ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളുടെ ചില സബ്സ്ക്രൈബേഴ്സായിട്ട് തന്നെ നമ്മൾ ഇൻഫോം ചെയ്ത ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 500 ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനോടടുപ്പിച്ചുള്ള അത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനൽ തുടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 ഇയർ ആയി. ഈ കഴിഞ്ഞ നവംബർ വരുമ്പോഴത്തേക്കും നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ചില വീഡിയോസ് എടുത്തുകൊണ്ട് പോയി മറ്റൊരു ചാനലിൽ അതേപടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 2-3 ദിവസങ്ങളാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു 6-7 വീഡിയോസിൽ കൂടുതൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ നേരത്തെ മറ്റെന്തോ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയിരുന്നൊരു ചാനലാണെന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അവരിട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മളുടെ ചാനലിലെ വീഡിയോസാണ്. പക്ഷെ അത് പെട്ടെന്ന് ആർക്കും പിടികിട്ടാത്ത തരത്തിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോലും അതൊന്നും റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിശയോക്തി തോന്നും. എൻ്റെ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലിടുന്ന ആ ഒരു വീഡിയോസ് അത് തന്നെ വോയിസ് ചേഞ്ചറിലാക്കിയിട്ട് മെയിൽ വോയിസിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു പുരുഷൻ സംസാരിക്കുന്നതായിട്ടേ തോന്നുള്ളൂ. ആ നമ്മളുടെ ചാനലിലെ വീഡിയോസിൽ നിന്നുള്ള എല്ലാ വോയിസും കോപ്പി ചെയ്തിട്ട് അത് വോയിസ് ചേഞ്ചറിലേക്ക് ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്ന ആ ഒരു വെൽക്കം നോട്ട്, അതുപോലെ തന്നെ ടെയിൽ എൻഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം വെൽക്കം നോട്ടിൽ ഓൾറെഡി നമ്മൾ ചാനലിൻ്റെ പേരൊക്കെ പറയുന്നതാണല്ലോ. അപ്പോൾ അതൊന്നും അതിനകത്തില്ല. ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡാക്കിയിട്ട് മോഡുലേറ്റ് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്നെ ഫസ്റ്റ് അറിയിച്ചത് തന്നെ നമ്മളുടെ ചാനലിൻ്റെ ഒരു റെഗുലർ ആയിട്ട് കാണുന്ന ഒരു വ്യൂവറാണ്. അപ്പോൾ ആ കുട്ടിയുടെ മെസ്സേജ്, എനിക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ എന്നെ ഇത് ആദ്യമായിട്ട് ഇൻഫോം ചെയ്ത ഈ ഒരു കുട്ടി ഉൾപ്പെടെ ഇത് വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച് ശബ്ദം മാറ്റി ചെയ്തിരിക്കുന്നതാണ്. അത്രയധികം കണ്ണിങ്ങായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് തന്നിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെയാണ് എനിക്ക് അത്രയും നന്ദി പറയാനുള്ളത്. കാരണം ഇത്രയും ഒരു കലാപരിപാടികൾ അതിനകത്ത് ചെയ്ത് വെച്ചിട്ടും അത് നമ്മളുടെ ചാനലാണ്, എൻ്റെ വോയിസ് ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചല്ലോ. അപ്പം അത്രയധികം നമ്മളുടെ വീഡിയോസ് കാണുന്ന, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് 2 പർപ്പസ് ഇതിനകത്തുള്ളതുകൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മളുടെ ഈ വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി അല്ലെങ്കിൽ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ വോയിസ് ചേഞ്ചറിലിട്ട് പുതിയൊരു പുരുഷൻ്റെ ശബ്ദത്തിൽ ഇതൊരു വീഡിയോ ആയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിയും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ദൈവം എണീറ്റ് നടക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ അവരുടേതായിട്ടുള്ള ചില തൊഴിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ആ ഒരു കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് പോലെ ആർക്കാണെന്നുണ്ടെങ്കിലും ചാനൽ തുടങ്ങാം. നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് പറയാം. ടാരറ്റ് റീഡിങ്ങോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാണേണ്ടവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കട്ടെ. പക്ഷേ മറ്റൊരാളുടെ ഒരു അധ്വാനം, അല്ലെങ്കിൽ ഒരേ സമയത്ത് എന്നെ ചീറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സിനെ ചീറ്റ് ചെയ്യുകയാണ്, ആളുകളെയും കബളിപ്പിക്കുകയാണ്. അപ്പോൾ അത് ശരിയല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിലും പലരും വന്ന് ചോദിക്കുന്നത് പോലെ വേറെ ചാനലുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഇതേ ഫീൽഡിൽ തന്നെ ഉണ്ടോ, നമ്മളുടെ വീഡിയോസ് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ വ്യൂവേഴ്സിനോടാണെന്നുണ്ടെങ്കിലും പറയാണ്, നമുക്കാകെ ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ, ദക്ഷ 1111 എന്നുള്ള ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും എനിക്ക് ഒരു സബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടേ അത് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വഞ്ചനകളിൽ പെട്ട് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയും കൂടി ഇത് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തി മെയിൽ ആണെന്നുണ്ടെങ്കിലും അല്ല ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ നേരായ മാർഗത്തിലൂടെ ചെയ്യാത്ത ഒരു കാര്യവും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടമാണ്. അതാണ് നമ്മളുടെ ഇവിടെ വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ മനുഷ്യരുടെ മുന്നിലുള്ള കാര്യം പോട്ടെ, എല്ലാ കാര്യത്തിനും ഒരു അത്യാവശ്യം ഒരു നേരും നെറിയും എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കൂടി ഓർക്കുക. അപ്പോൾ എന്നെ ഇത് ഇൻഫോം ചെയ്ത വ്യക്തികൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യം, ഇതിനെതിരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം, വിട്ട് കളയരുതെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മളുടെ വ്യൂവേഴ്സിനോടും കൂടി നിങ്ങളുടെയും കൂടി ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളും കൂടി കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തുക.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിനകത്ത് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്ന ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ചാരിറ്റി എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണിത്. ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ നിങ്ങളെ കൊണ്ടാകുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക വ്യത അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റുകളായിക്കോട്ടെ അതിനെല്ലാം ഒരു പരിഹാരം എന്നോണം ഈ ഒരു ചാരിറ്റി കാർഡ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൺവിക്ഷൻ എനർജിയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിനകത്ത് ചെയ്തത് ശരിയായില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് തന്നെ ഒന്ന് പശ്ചാത്തപിക്കുക. നമ്മളുടെ ഒരു യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നിങ്ങളുടെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുക എന്നുള്ളത്. അതായത് അങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് നമ്മളുടെ തന്നെ തെറ്റുകുറ്റങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു മനഃശാന്തി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ പശ്ചാത്തപിച്ച് അതിനുള്ള ഒരു മാപ്പ് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഭഗവാൻ പുറത്തു തരും എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്ത ഒരു തെറ്റുകൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയത് ശരിയായില്ല, ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് ഒരു പുനർജന്മം പോലെ പുറത്തേക്ക് വരികയാണ്. ആൻഡ് ഫൈനലി എന്ന് പറയുന്ന എന്തൂസിയാസം എന്നുള്ളൊരു കാർഡാണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പല പ്രതിസന്ധികളിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം, സ്ട്രെസ്സിൽ പോകുന്നതായിരിക്കാം. എപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ കടന്നു കൂടിയിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യാതിരിക്കരുത്. നമ്മളുടെ കർമ്മം എന്താണോ അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഒരു അലംഭാവം കാണിക്കാതിരിക്കുക. അതായത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ചില വ്യക്തികളൊക്കെ ഉണ്ട് കുറച്ചൊരു ടെൻഷനോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ഡെയിലി റുട്ടീൻ പോലും കംപ്ലീറ്റ്ലി മാറ്റിക്കളയും, അല്ലെങ്കിൽ ജോലിയിൽ അലസത കാണിക്കും. ചിലപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റഡീസിലൊക്കെ അത്രയും കെയർ ചെയ്യാതെയാവും. അതായത് പല കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്താണോ അതിൽ നിന്ന് നമ്മൾ പിന്മാറി ആകെ അലസമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ 3 മെസ്സേജസും നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി മെയിൻ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പശ്ചാത്താപത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല രീതിയിലുള്ള ഒരു റിഗ്രറ്റ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചധികം ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ കടന്നു പോയതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ വളരെ റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കടന്നു പോയൊരു സംഭവമായിരിക്കാം. ഇവർ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നൊരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഏറ്റ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുള്ള വിശ്വാസവഞ്ചനയായിരിക്കാം. അതായത് ഈ ഒരു പേഴ്സണെ പിടിച്ചൊന്ന് കുലുക്കാൻ മാത്രമുള്ള അവരെ മനസ്സത്രയും വേദനിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
വഴി തെറ്റിപ്പോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ തലക്കെട്ട് ഒരു കൊട്ട് കൊടുത്ത് യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചിലവർക്ക് ചില തിരിച്ചടികളൊക്കെ ലൈഫിനകത്ത് കിട്ടുമ്പോഴാണ് ഒരു ബോധം ഉദിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഉള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചില തിരിച്ചറിവുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ടുള്ള പശ്ചാത്താപം ആയിക്കോട്ടെ, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ നേരിടണം. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് ചെയ്തത് എന്തായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ടും ഇതൊരു നോ കോൺടാക്റ്റ് പീരീഡിലൂടെ പോകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് ആപ്റ്റ് ആവുക. നിങ്ങൾ തമ്മിൽ അത്രയും അധികം ഒരു കോൺടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് വന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ പിണങ്ങി പോകുമ്പോഴുള്ളൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് മാറ്റം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ലൈഫിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില തോട്ട്സിനകത്ത് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഫീലിങ്സ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബാക്ക് സ്റ്റാബിങ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള ഇൻസിഡൻസ് ഈ ഒരു പേഴ്സണായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർക്കൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നെല്ലാം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്. കാരണം ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു നിരാശയുണ്ട്, കുറ്റബോധമുണ്ട്, അങ്ങനെ പലവിധ ഇമോഷൻസിലിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലവഴിച്ചിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ചകഞ്ഞെടുക്കാനാണ് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പൊതുവെ എല്ലാവരിലും ഉള്ളൊരു സ്വഭാവമാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വന്നതായാലും മതി. അപ്പോൾ ആ ഒരു പേഴ്സണോട് നമുക്കൊരു ആഗ്രഹവും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ സാധിക്കും. ഇനി ഒരേ ഒരു പോസിറ്റീവ് ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മളുടെ മനസ്സിലുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ അതിലായിരിക്കും ഫുൾ കോൺസെൻട്രേഷനും കൊണ്ടു കിടക്കുക. അപ്പോൾ ആദ്യകാലത്ത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് ഇന്ന ദോഷ സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ഒരു പ്രവൃത്തി ദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തലയിൽ കയറി എന്ന് വരില്ല. പിന്നീട് ആ ഒരു ലൈഫുമായിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് പതിയെ പതിയെ അതിൻ്റേതായിട്ടുള്ള തിരിച്ചറിവുകൾ വരുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥമായിട്ട് നമ്മളൊന്ന് കണ്ണു തുറന്ന് കാണുക എന്ന് പറയുന്നത് പോലെ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യം. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് എന്ത് കാര്യം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റ് വന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമല്ല. ആകെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയേറെ വേദനിപ്പിക്കുന്ന തരത്തിൽ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഒരു വേദന നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒന്നും പറയാതെ നിങ്ങളെ മൊത്തത്തിലൊരു സങ്കടത്തിൽ തള്ളിയിട്ടിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്നൊക്കെ ഒട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണാണ് ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള നല്ല വശങ്ങൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വരാം. അതേസമയം നമ്മളുടെ വിഷമത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, നമ്മളുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തകർച്ച വരുമ്പോൾ പലരും പതിയെ പിൻവാങ്ങി പോകുന്നവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും നമ്മളുടെ മേൽ തന്നെ പഴിചാരിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. തീർത്തും ഒറ്റപ്പെടുത്തി കളയുക, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു സാമീപ്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കെയറിങ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സഹവാസം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ക്ലാരിറ്റി ഇല്ലാതെ കടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സംശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ചോദിച്ചിട്ട് അവർ മുഖം തിരിച്ചു പോയ അവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടെല്ലാം തുറന്ന് സംസാരിക്കാനായിട്ടൊരു ഓപ്പൺ കോൺവെർസേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്ത് പൊടി പിടിച്ച് കിടന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്റ്റ് പീരീഡ് കാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്
ഈ ഒരു പേഴ്സണുമായിട്ട് എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാനായിരിക്കും. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടെല്ലാം തുറന്ന് സംസാരിക്കണം, എല്ലാം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ കുറച്ച് കപടതയുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചീറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ തുറന്ന് പറയാതെ ആളെ കബളിപ്പിക്കുകയാണ്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു പേഴ്സൺ ആ ഒരു സീക്രസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാം തുറന്ന് സംസാരിക്കാനായിട്ട്, എല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ഡിവൈൻ ടൈം അടുത്തിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലൂടെ കുറച്ചധികം നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടില്ല, നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയാനും തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഈ ഒരു പേഴ്സണെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും എല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വർക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണിത് എന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ 1000 പ്രാവശ്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് മനസ്സിലാവണമെന്നില്ല. പകരം നമ്മുടെ ലൈഫിൽ ചില എക്സ്പീരിയൻസസ് നേരിടുമ്പോൾ ഒറ്റത്തവണ മതി, അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയിക്കോളും. അപ്പോൾ അതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു പകരം വെക്കാനില്ലാത്ത ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു ഉത്തമ ബോധ്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ചില കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് നിങ്ങളോട് പറയണം, സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു ഹെൽപ്പ് ഇതിനകത്ത് നല്ലതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ ഒരു കോൺടാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഗഡ്സ് ഇല്ലായ്മ ആയിരിക്കാം. നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ആലോചിച്ചിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്, എങ്കിലും ആ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഏത് രീതിയിലും നിങ്ങളെ സമീപിക്കണം എന്നുള്ള ഒരു മനക്ലേശം ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്ന ലൈഫിനകത്ത് കാലം പഠിപ്പിച്ചു കൊടുത്ത ഒരു പേഴ്സണാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം നിങ്ങൾ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൈലൻസ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു റീഡിംഗ് എടുക്കുക, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.